ഹായ് ഹലോ എല്ലാവർക്കും ഫോർ വീലർ എക്സ്പീരിയൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാഹനമെടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പെട്രോൾ വില ഇത്രയേറെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് ടൈപ്പ് ഓഫ് വാഹനം വേണം എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഇപ്പോഴുള്ളത്. ഇന്ന് വിപണിയിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ CNG അല്ലെങ്കിൽ ഇലക്ട്രിക് വേരിയൻറ്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിപണിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ. അതിലേത് വേണം എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെയേറെ ചിന്തിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രിക് വാഹനം ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ലാഭകരമല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല രീതിയിൽ ഓട്ടമുള്ള കസ്റ്റമർക്ക് മാത്രമേ ഒരു ഇലക്ട്രിക് വാഹനം ലാഭകരമാവൂ. പക്ഷേ മറ്റൊരു മോഡാണ് നമുക്കിപ്പോൾ CNG എന്ന ഒരു ഫ്യൂവൽ നമുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷേ CNGയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പണ്ട് നമ്മൾ LPG വാഹനങ്ങൾ കണ്ട് ശീലിച്ച് നമ്മൾ വളരെയേറെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് എന്തെങ്കിലും അപകടം ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ വണ്ടിയുടെ പവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മളിലേക്ക് എത്താറുണ്ട്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഏകദേശം 1,02,000 കിലോമീറ്റർ ഓടിയ ഒരു എർട്ടിഗ CNG വാഹനമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മൾ അദ്ദേഹത്തോട്, അതിൻ്റെ ഓണറായ ശ്രീ ഷിജു ബേബിയോട് ഈ വാഹനത്തെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ, എന്തെങ്കിലും ഈ വാഹനത്തിൻ്റെ നെഗറ്റീവുകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ചോദിച്ചറിയാൻ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണണം. നിങ്ങൾക്ക് ഉറപ്പായും ഒരു CNG വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യമാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കാണുക. പുതിയതായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 1,00,000 കിലോമീറ്റർ ഓടിയ ഒരു CNG വാഹനത്തെയാണ്. അപ്പം അതിൻ്റെ ഓണർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്താണെന്ന് നമുക്ക് വിശദമായി ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എല്ലാ കൺഫ്യൂഷനും ഇതോടുകൂടി തീരണം എന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഓക്കെ, വെൽക്കം ഫോർ വീലർ എക്സ്പീരിയൻസ്. താങ്ക് യു. അപ്പോൾ ആദ്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ഈ വാഹനം എടുത്തിട്ട് ഇപ്പം എത്ര നാളായി? വാഹനം എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായിരിക്കുന്നു. 1.5 വർഷമായി. 1.5 വർഷത്തോളമായി. അപ്പോൾ കിലോമീറ്റർ എത്രയായി? 1,02,000 കിലോമീറ്റർ. 1,02,000 കിലോമീറ്റർ വാഹനം ഓടിക്കഴിഞ്ഞു. അപ്പോൾ ഈ CNGയിലോട്ട് ഇത് 1.5 വർഷം മുമ്പോട്ടൊക്കെ CNG അത്രത്തോളം ഒന്നും ഒരു ഡെവലപ്പായ സമയമല്ലായിരുന്നു. ഇല്ലായിരുന്നു. കൊട്ടാരക്കരയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ വാഹനമാകത്തെ ഒരു വാഹനമാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ CNGയിലോട്ട് എത്തപ്പെട്ട എങ്ങനെയാണ്? പെട്രോളിൽ മുമ്പ് വാഹനം ഉപയോഗിച്ചിരുന്നോ? മുൻപ് വാഹനം ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഡീസൽ വണ്ടിയായിരുന്നു. എർട്ടിഗ ഡീസൽ ഉണ്ടായിരുന്നു. ഡീസലായിരുന്നു. അത് എത്ര കിലോമീറ്ററോളം ഓടിയായിരുന്നു? അത് ഏകദേശം 3.25 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയായിരുന്നു. അത്യാവശ്യം നല്ല ഓട്ടമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഈ CNGയിലേക്ക് പോകുമ്പോൾ കൺഫ്യൂഷൻസ് വല്ലതും ഉണ്ടായിരുന്നു? CNGയിലേക്ക് എത്തപ്പെട്ടപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വല്ലതും ഉണ്ടായിരുന്നു? കൺഫ്യൂഷനായിട്ടില്ലായിരുന്നു. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴും എനിക്ക് നല്ലൊരു ഇതാണ് കിട്ടിയത്. എനിക്ക് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് കിട്ടിയത്. മാർക്കറ്റിംഗിൽ നിന്നായാലും പിന്നെ അവരുടെ ഭാഗത്തു നിന്നായാലും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ആദ്യം ആശങ്ക ഉണ്ടായിരുന്നു. പണ്ട് ഇറങ്ങി. അതെ LPG പിന്നെ ഇറങ്ങിയപ്പോഴും LPG റൂട്ടാകുന്നതിന് CNG നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മാറി കിട്ടിയത് എല്ലാം അത് മാറി കിട്ടി. അപ്പോൾ CNGയിൽ എത്തപ്പെടാനുള്ള കാരണം മൈലേജ് ആണോ അതോ മറ്റ് മൈലേജ് തന്നെയാണ്? മൈലേജും ഇപ്പോഴത്തെ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴും മൈലേജാണ്. നമുക്ക് മൈലേജ് അല്ലേ നോക്കുന്നത് മെയിനായിട്ടും. സ്വാഭാവികമായിട്ടും മൈലേജാണ്. നമ്മൾ റോക്കറ്റ് വിട്ടാലും മൈലേജ് നോക്കുന്ന ടീമുകളാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ. അതെ. അപ്പം മൈലേജ് പ്രധാനമായിരുന്നു. അതെ. അപ്പം നേരത്തെ ഓടിച്ച എർട്ടിഗ ഡീസൽ എന്താ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു? നേരത്തെ ഡീസലിനും ഒരു 18-20 കിട്ടുന്നുണ്ടായിരുന്നു മൈലേജ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കിലോമീറ്ററിൽ നിന്ന് CNGയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് CNG ഇപ്പം ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. അതെ. നമുക്ക് ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട് CNGക്ക്? CNG നമുക്ക് ലോക്കൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 25-26 മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. നമുക്ക് ലോങ് ഒക്കെ ഒരു എറണാകുളമൊക്കെ പോകുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 28. നമുക്കൊരു പറയുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ ടാങ്ക് ഒരു പിന്നെ CNG അടിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 200-220 കിലോമീറ്ററോളം കിട്ടുന്നുണ്ട്. കപ്പാസിറ്റി എത്ര? ടാങ്ക് കപ്പാസിറ്റി എത്രയാണ്? ടാങ്ക് കപ്പാസിറ്റി 12 ആണെങ്കിൽ 8 കിലോയാണ്. 8.15 അങ്ങനെ കയറത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് 200-210 കിലോമീറ്റർ എങ്ങനെയാലും കിട്ടുന്നുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതൽ എത്തപ്പെടുന്നത് ഇലക്ട്രിക് വാഹനത്തിലേക്കാണ്. ഏതാണ് നമുക്ക് ഇലക്ട്രിക് വാഹനമാണോ ഏതാണ് നമുക്ക് ലാഭകരമുള്ളത്? ഇലക്ട്രിക് വാഹനം നോക്കുമ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇലക്ട്രിക് വാഹനം പിന്നെ നല്ലതായിരിക്കും. പക്ഷേ പിന്നെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇത്ര വർഷം കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി ചേഞ്ച് എന്ന് പറയുമ്പോൾ നേരെ വണ്ടിയുടെ പകുതി വിലയാണ് ഈ ബാറ്ററിക്ക് ആവുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്ത് സർവീസ് ചെയ്ത് കറക്റ്റ് 10,000-ൽ സർവീസ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ സർവീസ് അഡ്വൈസർ ഉണ്ട്, ബാലുവാണ് നമ്മുടെ കൊട്ടാരക്കര ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് പൊതുവേ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഒരു പെട്രോൾ വണ്ടിയും അല്ലെങ്കിൽ CNG വണ്ടിയോട് മാറുമ്പോൾ ഈ സർവീസ് കോസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസമില്ല. രണ്ട് പെട്രോൾ സെയിം തന്നെയാണ്. നമുക്ക് അതിനകത്ത് വേറെ നമുക്ക് CNG എന്ന് പറഞ്ഞ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. പെട്രോൾ തന്നെയാണ് സെയിം. അതെ. ഒരു CNG വാഹനത്തിന് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് എന്തൊക്കെയാണ്? നമുക്ക് CNG പെട്രോൾ നമുക്കൊരു കംഫർട്ട് തോന്നിയത് എന്തൊക്കെയാണ്? ഏറ്റവും കംഫർട്ട് തോന്നുന്നു പറയുമ്പോൾ നമുക്കിപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് കംഫർട്ടാണ്.
വണ്ടി സൈലൻ്റ് ആണോ? സൈലൻ്റ് ആണ് വണ്ടി സൈലൻ്റ് ആണ്. പിന്നെ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നോക്കുന്നത് മൈലേജാണ്. വണ്ടിയുടെ മൈലേജാണ് നോക്കുന്നത്. മൈലേജ് നോക്കിയേ പറ്റത്തുള്ളൂ. അത്ര പൈസ നോക്കുമ്പോൾ നമുക്കതാണ് നല്ലത്. അത് ഇത്രയും ഒരു 7 സീറ്റർ വാഹനത്തിന് നമുക്ക് കിട്ടുന്ന മല എത്ര കിട്ടുന്നത് പെർ ലിറ്റർ എത്ര കിട്ടുക? ടാങ്ക് ഒരു കിലോ കിലോയ്ക്ക് 26 കിലോമീറ്റർ ആണ്. 26 കിലോമീറ്റർ ഒരു കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. 85 രൂപയല്ലേ ഒരു കിലോ? അതെ 85-50 ഇപ്പോൾ. അപ്പോൾ 85 രൂപ മുടക്കുമ്പോൾ 26 കിലോമീറ്ററാണ് മൈലേജ് കിട്ടുന്നുണ്ട് ഒരു 7 സീറ്റർ വാഹനത്തിന്. ഒരു 7 സീറ്റർ വാഹനത്തിന് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് വാഹനത്തിനെക്കാട്ടിലും എന്തുകൊണ്ടും സ്യൂട്ടബിൾ CNG ആണ്. കാരണം ടെൻഷനില്ല. ഇലക്ട്രിക് വാഹനമാണ് നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ട്. ഇതിന് ചാർജ് തീരുമോ, അല്ലെങ്കിൽ ഇതിന് എവിടെ ചാർജ് ചെയ്യും, എത്ര മിനിറ്റ് പോകും, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ നമുക്ക് ഇലക്ട്രിക് വാഹനമുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ പെട്രോളും ഇതുകൂടെ മിക്സ് ആകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? റേഷ്യോ ഉപയോഗിച്ച് പെട്രോൾ നമുക്ക് വണ്ടിക്ക് സ്റ്റാർട്ടിങ് ഓൾറെഡി പെട്രോളാണ്. സ്റ്റാർട്ടിങ് പെട്രോൾ നമുക്ക് നമ്മൾ ടാങ്കിനകത്ത് കണ്ടിരിക്കണം. ഒരു 5 ലിറ്ററെങ്കിലും കുറഞ്ഞത് നമുക്ക് കണ്ടിരിക്കണം. പെട്രോൾ ആണ് വണ്ടി സ്റ്റാർട്ടിങ്. പിന്നെ വണ്ടി കൺവേർട്ടേഴ്സ് CNG-ലോട്ട് ഈ കൺവേർട്ടിങ് നമ്മളും ചെയ്യണം. ഓട്ടോമാറ്റിക് നമ്മളിപ്പോൾ CNG മോഡ് എന്നുള്ള സംഭവം ഉണ്ട്. അത് നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് തന്നെ CNG-ലോട്ടൊക്കെ മാറിക്കോളും. പിന്നെ നമുക്ക് ഇപ്പോൾ CNG ഇപ്പോൾ ഓൾറെഡി ടാങ്ക് തീരുവാണെങ്കിൽ അത് ആ ഓട്ടോമാറ്റിക് പെട്രോളിലോട്ടൊക്കെ മാറിക്കോളും വണ്ടി. നമ്മളൊന്നും ചെയ്യേണ്ട പെട്രോൾ മാറിക്കോളും. അത് നമുക്ക് ഈ ഡ്രൈവിംഗിൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഈ ഓട്ടോമാറ്റിക്കും അല്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞ CNG പെട്രോൾ മാറി നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ പിന്നെ ഡ്രൈവിംഗിൽ നമ്മളൊന്നും അറിയത്തില്ല. മറ്റു കാര്യം നമ്മളിത് റെക്കോർഡിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാനുവൽ വാഹനത്തെക്കാട്ടി പവറിലും ടോർക്കിലും ഒക്കെ ഒരു CNG കുറവ് കാണിക്കുന്നുണ്ട് മാനുവൽ നമ്മൾ അവർ റെക്കോർഡിക്കൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് ഡ്രൈവിംഗിൽ എന്തെങ്കിലും എനിക്കത് തോന്നിയിട്ടില്ല പറയുന്നുണ്ടെങ്കിലും. പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല. ഞാൻ വാഗമണും അവിടെ ഇവിടെ എല്ലാം ഞങ്ങൾ ഹൈ റേഞ്ചുകളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട് കുടുംബമായിട്ട്. ഞങ്ങൾ യാത്ര മിക്കവാറൊക്കെ 6-7 പേരായിരിക്കും. അതെ. അപ്പോൾ അവിടെ ഒന്നും പ്രശ്നം തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. പവറിലൊരു വിഷയമൊന്നും തോന്നിയിട്ടില്ല. കാര്യം ഇത്ര 1 ലക്ഷം കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോൾ വാഹനത്തെക്കുറിച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. മെയിൻ്റെനൻസ് ആണ് മെയിനായിട്ട്. നമ്മൾ സർവീസ് കറക്റ്റായിട്ട് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് സർവീസ് പെട്രോളിന്റെ പോലെ 1000, 5000 അല്ലെ 10000. പിന്നെ എത്ര കിലോമീറ്റർ സർവീസ് ചെയ്യും? 10,000 കഴിഞ്ഞ് നമ്മൾ ഓരോ എത്ര കിലോമീറ്റർ സർവീസ് ചെയ്യാം, ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നു. 10,000, 20,000, 10,000 നമ്മൾ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഗുണങ്ങൾ ചോദിച്ചു. ഇപ്പോൾ ഞാൻ ചോട്ടെ, ഇപ്പോൾ ഒരു CNG വാഹനത്തിൻ്റെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത്ര നാൾ ഉപയോഗിച്ച രീതിയിൽ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ CNG വാഹനത്തിന് നമ്മുടെ യൂസിൽ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബൂട്ട് പേസിൻ്റെ കാര്യത്തിൽ ചെറിയൊരിതുണ്ട്. നമുക്കൊരു പിന്നെ ആരെങ്കിലും എയർപോർട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ലഗേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മറ്റേ വണ്ടികളെ അപേക്ഷിച്ച് ചെറിയൊരു കൺജസ്റ്റഡ് ആവുന്നുണ്ട്. ചെറിയൊരു ലഗേജിൻ്റെ വരുന്നുണ്ട്. അത് പക്ഷേ അത് കറക്റ്റ് ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊക്കെ അത് കറക്റ്റ് ചെയ്യും. ശീലിച്ചായിട്ട് കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് വിഷയം വരുന്നില്ല. ബാക്കിലായാലും കുഴപ്പമില്ല. നമുക്ക് ഇരിക്കാനായാലും ബാക്കിൽ സീറ്റൊന്നും വലിയ വിഷയമില്ല നമുക്ക്. മറ്റൊന്ന് ഞാൻ CNG കുറിച്ച് കേട്ടതൊരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കേട്ടതെന്ന് വെച്ചാൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസഞ്ചേഴ്സ് ഇറക്കി നിർത്തി അതുണ്ട്. നമ്മളിപ്പോൾ അത് ഒരു സേഫ്റ്റി ആണെന്നാണ് പറയുന്നത്. നമ്മൾ കമ്പനിയുടെ ഒരു സേഫ്റ്റിയാണ്. ഇപ്പോൾ ടാങ്ക് നമ്മളിപ്പോൾ ചില പെട്രോൾ പമ്പിൽ ചെന്നാലേ ഉള്ളത്. നമ്മളിപ്പോൾ നമ്മൾ എറണാകുളത്തോട്ടൊക്കെ പോകുമ്പോൾ ചില സൈഡിൽ ചിലതൊന്നും അവരൊന്നും പറയുന്നില്ല. നമ്മൾ കൊട്ടാരക്കര സൈഡിൽ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ കൊട്ടാരക്കരയിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പുതിയൊരു തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം പാസഞ്ചർ ഇറങ്ങി അതൊരു സേഫാണ്. അപ്പോൾ നമ്മളിപ്പോൾ സേഫ്റ്റിയായിട്ട് കാണുന്ന വിഷയമല്ല. വിഷയമില്ല. ഇപ്പോൾ നമ്മൾ ആരായാലും ഇറങ്ങും. അതാ. പിന്നെ ഈ നമുക്ക് വാഹനത്തിൽ എത്ര ഇന്ധനം പെട്രോൾ ഇത്ര കാണണം, അല്ലെങ്കിൽ നമ്മൾ ഇത്ര അങ്ങനെ അതെങ്ങനെ അതിൻ്റെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം പെട്രോൾ എങ്ങനെ സംഭവം? അല്ല, നമ്മളിപ്പോൾ ആവശ്യത്തിൽ പെട്രോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 300 രൂപ, ഒരു 500 രൂപയ്ക്ക് ഒരു 5 ലിറ്റർ അടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കിടന്നുള്ളൂ. അത് നമ്മളൊരു CNG-ലാണ് നമ്മൾ എത്ര കിലോമീറ്റർ ഓടാൻ കാണും? ഈ നമ്മൾ CNG അടിക്കുന്നുണ്ടെങ്കിൽ പോലും ശരാശരി എത്ര CNG ഓടാൻ ഈ പെട്രോൾ 5 ലിറ്റർ പെട്രോൾ കാണും നമുക്ക്? പെട്രോൾ നമുക്കൊരു 15, 17, 18 അതല്ല ഞാൻ ചോദിച്ചതല്ല. അപ്പോൾ നമുക്കൊരു 5 ലിറ്റർ പെട്രോൾ വണ്ടി വാഹനത്തിൽ അടിച്ചു. അപ്പോൾ നമ്മൾ എത്ര ലിറ്റർ CNG അടിക്കുമ്പോൾ ഈ 5 ലിറ്റർ പെട്രോൾ കാണും? അങ്ങനെ നമുക്ക് നോക്കിയിട്ടുണ്ടോ? 8 പ്രാവശ്യം നമ്മൾ ഫുൾ ടാങ്ക് ഗ്യാസ് അടിച്ച് കഴിയുമ്പോൾ തന്നെയും നമുക്ക് ആ പെട്രോളിൻ്റെ ഒരു മഞ്ഞ യെല്ലോ ലൈറ്റ് ഇങ്ങനെ കാണിക്കും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു 300 രൂപയ്ക്കോ 500 രൂപയ്ക്കോ വീണ്ടും സ്റ്റാർട്ടിങ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. വേറെ ഹൈ റേഞ്ച് ഏരിയയിൽ വരുമ്പോൾ ഇത് ഇപ്പം ഈ പറഞ്ഞ ഗ്യാസ് നമ്മുടെ CNG കൺവേർട്ടായി പെട്രോളിലേക്ക് മാറാറുണ്ടോ? ഇല്ല. ഫുൾ വണ്ടി ഓടുന്ന CNG നമുക്കിപ്പോൾ ഫുൾ ഉണ്ടെങ്കിൽ തന്നെ CNG തന്നെ പോകത്തുള്ളൂ. പിന്നെ പെട്രോൾ നമുക്ക് മാറ്റണമെങ്കിൽ തന്നെ പെട്രോളിൽ തന്നെ പോകത്തുള്ളൂ. നമ്മൾ മാറ്റില്ല മാറത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ മാത്രമേ നമുക്ക് പെട്രോൾ ആകത്തുള്ളൂ. ഇപ്പോൾ ഒരു പെട്രോൾ വാഹനത്തിൽ നിന്ന് ഏകദേശം ഒരു നല്ല ഡിഫറൻസ് നമുക്ക് ഈ ഒരു CNG വാഹനത്തെ പ്രൈസിനകത്ത് വരുന്നുണ്ട്. ഏകദേശം നമുക്ക് എത്ര പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു? പ്രൈസിൽ നമുക്ക് ഒരു 1.25 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതൊരു നഷ്ടമായിട്ട് തോന്നില്ല. 1 ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോൾ ഒരിക്കലും തോന്നില്ല. ഓട്ടമുള്ളവർക്ക് മാത്രമല്ല, പക്ഷേ ഇലക്ട്രിക് വാഹനം ഒരു ഓട്ടമുള്ളവർക്ക് മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം അവർക്കില്ലെങ്കിൽ നഷ്ടമാണ്. പക്ഷേ എനിക്കൊരു പെട്രോൾ വാഹനം CNG വാഹനത്തിന് ആ വിഷയം വരുന്നില്ല. നമുക്ക് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇത്ര വർഷമായാലും അങ്ങനെ ഒരു വിഷയം വരുന്നില്ല.
പറ്റത്തില്ല നമുക്ക്. അപ്പം നമ്മുടെ ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ ലൈഫൊക്കെ മറ്റേ തൊട്ട് സെയിം തന്നെയാണോ വന്നത്? നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടി ടയർ? എനിക്ക് ആദ്യത്തെ ടയർ ഇപ്പോൾ 4 ടയർ ഒരു 60,000 62,000 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പിന്നെ അലൈൻമെൻറ്റ് ആണെങ്കിൽ 60-62 കിലോമീറ്റർ കിട്ടും. ഇപ്പോൾ സെക്കൻഡ് ആണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ 1,02,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഇപ്പം രണ്ടാമത്തെ ടയറാണ്. നമുക്ക് അത്രയും ഓടിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ വാഹനത്തിനെ കൊണ്ടുനടക്കുന്ന ഒരു CNGയും പെട്രോളും അല്ലെങ്കിൽ ഡീസലും തമ്മിൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇല്ല മെയിൻ്റനൻസിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇച്ചിരി പെട്രോളിൻ്റെ ഇത് കിട്ടും, നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഈ വണ്ടി. ഡ്രൈവിംഗിലൊക്കെ കംഫർട്ടാണ്. സ്റ്റാർട്ടിങ് അറിയത്തില്ല, നമ്മൾ സ്റ്റാർട്ടിങ് സൗണ്ടൊന്നും അറിയത്തില്ല. ഡ്രൈവിംഗ് ഒരു പ്രശ്നം നമുക്ക് ഇല്ല. ഇപ്പം ഈ പറഞ്ഞ കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് മറ്റേ വണ്ടികളുടെ കൂട്ട് തന്നെ. CNG നമുക്ക് പെട്രോൾ നമ്മൾ ഇരട്ടിക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ. നമ്മുടെ ഈ ഹിൽ ഏരിയകളിൽ പോയപ്പോഴൊന്നും നമുക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ CNG കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു CNG വാഹനം തന്നെയായിരിക്കും സാഹചര്യത്തിൽ, ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ബെറ്റർ എന്നാണ്. അതെ അങ്ങനെ തന്നെ പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ്. ചെറിയ നെറ്റുകളാണ് നമുക്ക് ഒന്ന് ഈ പറഞ്ഞ ബാക്കിൽ സ്പേസിന്റെ പ്രശ്നം വന്നു, നമ്മുടെ ബൂട്ട് സ്പേസിന്റെ ചെറിയൊരിതുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ ആൾക്കാരെ ഇറക്കി ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നുള്ളൊരു, അതിപ്പോൾ എല്ലായിടവും ഒന്നുമില്ല അല്ലേ? എല്ലാ പമ്പിലും കാണിക്കുന്നില്ലെങ്കിലും ചിലയിടത്ത് നമ്മുടെ ഒരു സേഫ്റ്റിയാണത്. അതെ, ആൾക്കാർ ആരും അങ്ങനെ ബുദ്ധിമുട്ട് എന്നോട് ആരും പറയുന്നില്ല. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ അങ്ങനെ പറയുന്നില്ല. നമ്മുടെ വീട്ടുകാരല്ലേ അങ്ങനെ പറയുന്നില്ല. നമ്മളാരും പറഞ്ഞിട്ടില്ല ഇതുവരെയും. ഇങ്ങനെ ഇറങ്ങി സേഫ്റ്റി കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല. ഒരു എയർ ബാഗിന്റെ സേഫ്റ്റിയുടെ കൂട്ടി നമുക്ക് സേഫ്റ്റി കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പം സേഫ്റ്റിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇപ്പോൾ CNG കുറിച്ച് ഒട്ടേറെ സംശയങ്ങൾ ഉള്ളൊരു സാഹചര്യം കാണിത് മുമ്പോട്ട് വെക്കേണ്ടത്. കാര്യം നമുക്ക് ഈ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒരു നെഗറ്റീവ് വശങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ CNG തന്നെയാണ് ലാഭകരം എന്നുള്ളത് ഏകദേശമൊക്കെ ഈ കസ്റ്റമേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്നവർക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്കളുടെ വിലയേറിയ ഇത്ര സമയം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. 4 വീൽ എക്സ്പീരിയൻസിൻ്റെ എല്ലാവിധ ആശംസകളും. ഒരു CNG വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നിങ്ങളുടെ ഒട്ടേറെ സംശയങ്ങൾക്കൊരു ഉത്തരം ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.